നമുക്കിന്നൊരു പ്രോഗ്രാം ഉണ്ട്, ഒരു ഡാൻസ് പ്രോഗ്രാം. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ കൃഷ്ണയ്ക്കാണ് വന്നേക്കുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ ചേച്ചിക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ്. അപ്പം നമ്മൾ അതിനുവേണ്ടി കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി വന്നേക്കാണ് ഗുരുവായൂർ കൃഷ്ണയിലേക്ക്. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് എടുത്തതും എൻ്റെ ചേച്ചി ഓരോ പ്രോഗ്രാംസിന് ഡ്രസ്സ് എടുക്കുന്നതൊക്കെ ഇവിടെ നിന്നാട്ടോ. ഇവിടെ നമുക്ക് കുറഞ്ഞ നിരക്കിൽ നല്ല അടിപൊളി റെൻ്റൽ ഐറ്റംസ് നമുക്ക് കിട്ടും. ഒരുവിധം എല്ലാ ഡാൻസ് പ്രോഗ്രാമിനുള്ള ഡ്രസ്സ് ഇവിടുന്ന് കിട്ടേ. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി എല്ലാത്തിനും കിട്ടും. നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്തിട്ടാട്ടോ മേടിച്ചത്. എന്നെ ഇടിക്കുക. നമ്മൾ ഡ്രസ്സ് മാത്രമല്ല, നമ്മൾ നെറ്റിച്ചുട്ടിയും മേടിച്ചു, ഒരു നീണ്ട മാലയും പിന്നെ ഒരു അരപ്പട്ടയും കൂടിയും മേടിച്ചേ. എൻ്റെ ചേച്ചിക്ക് തലയിൽ എത്ര പൂവുണ്ടെങ്കിലും പോരാ, അപ്പോൾ ഒരു പൂവും കൂടി അങ്ങ് മേടിച്ചു. ഒരു മഞ്ഞപ്പൂ ഒറിജിനലല്ലോ, 650 രൂപയായിട്ടോ നമുക്ക് അവിടെ ആയത്. കൃഷ്ണയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടേക്കായിട്ടാണ് നടന്നത്. അപ്പോൾ അവിടെ കണ്ട കുറേ മാലകളത് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ചേച്ചിനോട് പറയും, ഇവിടുന്ന് വല്ല മാല മേടിച്ചാൽ. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ അവിടെ ഒരു വെഡ്ഡിങ് കപ്പിൾസ് ഉണ്ടായിരുന്നു. ഗുരുവായൂർ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒന്നാണ് കൃഷ്ണൻ്റെ വിഗ്രഹം. അത് നോക്കി ഞങ്ങൾ അങ്ങനെ കുറേ നേരം ഇരുന്നേ. ഈ നെറ്റിപ്പട്ടത്തുമ്മയും കോലത്തുമ്മൊക്കെ വെക്കുന്ന മാലയില്ലേ, ത്രെഡിൻ്റെ, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ വലിയച്ഛൻ അതാട്ടോ ജോലി. എൻ്റെ വലിയച്ഛൻ ഒരുപാട് മാലകൾ ഉണ്ടാക്കും. ഞാൻ അതിൻ്റെ വീഡിയോ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാവേ. പിന്നെ ഈ കൃഷ്ണൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ക്യൂട്ടായി തോന്നി, അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. നമ്മൾ ഈ കടയിലൊരു കാജൽ മേടിക്കാനായിട്ടൊക്കെ കയറിയത്. ആ കാജലും മേടിച്ച് നമ്മളങ്ങ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മളവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പിള്ളേർ, അത് കാണാൻ വേണ്ടി പോയി. സാധാരണ ഗുരുവായൂരമ്പലത്തിൽ നല്ല തിരക്കുണ്ടെങ്കിലും പക്ഷെ ഇന്ന് അധികം തിരക്കുണ്ടായിരുന്നില്ല. തിരക്കില്ലാന്നങ്ങ് വിചാരിച്ചതും കൂടെ ഉണ്ടാകുന്ന സാധനത്തിനെ കാണാനില്ലായിരുന്നു. പിന്നെ കിട്ടിയിട്ടോ. എന്നെ കണ്ടിട്ട് തപ്പോ, എന്നെ കണ്ടപ്പോഴുള്ള ചിരി. പിന്നെ എൻ്റെ കുറേ ചോദ്യങ്ങളായിട്ട് ഞങ്ങളങ്ങ് മുന്നോട്ട് നടന്നേ. ഈ കൂളെന്തിനാ മുറിച്ചത്? അത് മുറിച്ചതാണോ അതോ വീണതായിരുന്നോ എന്നായിരുന്നു എൻ്റെ സംശയം. ചേച്ചി അത് മുറിച്ചതെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ കൂളത്തിനെയാണ് സൂം ചെയ്തത്, പക്ഷെ ആളെ ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ചത്. പിന്നെ നമ്മൾ പാൽപ്പായസം കൗണ്ടറിലേക്ക് കടന്നു കേട്ടോ. പാൽപ്പായസം മേടിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്കില്ലാത്തതുകൊണ്ടാണ് കൗണ്ടറിലേക്ക് പോയത്. പിന്നെയാണ് അത് സംഭവിച്ചത്. നമ്മൾ പാൽപ്പായസം റെസീറ്റ് എടുക്കാൻ പോവുകയാണ്. 100 രൂപയ്ക്കായിരുന്നു. പ്രസാദമാണ്. വെയിൽ പോയി അതിഗംഭീരമായി ചമ്മിയിരിക്കുന്നു. പാൽപ്പായസം തീർന്നു, ഇനി നാളെ ഉള്ളൂ. 100 രൂപ ലാഭം എന്ന് വിചാരിക്കാനും പാടില്ല. പിന്നെ നമ്മൾ നടയിൽ പോയി ഒന്ന് തൊഴുത് നമ്മൾ തിരിച്ചു കേട്ടോ. വിഷു കഴിഞ്ഞല്ലോ, ഇവരെന്തീ കണിക്കൊന്നെടുത്ത് മാറ്റാത്ത മാറ്റിക്കൂടെ? കച്ചവടം തീരെയില്ലാണ്ട. ഈ കടയിലുണ്ട് 100 രൂപ എന്നൊക്കെ. 100 രൂപ ഉള്ളൂ. വിഷുവിനിപ്പോൾ ആരും മേടിക്കുന്നില്ല, അതുകൊണ്ട് വില കുറച്ചതാ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വ്ളോഗ് ഇതാണ്. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യണത് 7ാമത്തെ ആയിട്ടാണ്. അതിൻ്റേതായ പോരായ്മ പലതും ഇതിലുണ്ടാവും. നമുക്ക് പിന്നെ താമരൂർക്ക് എത്താനുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ച് നമ്മൾ വീട്ടിൽ പോയി. കാരണം പ്രോഗ്രാം 6 മണിക്കാണ്, സമയം 3 മണിയായി. മേക്കപ്പ് ചെയ്യണം. ഒരാപ്പി ഫീസ് കയ്യിലുണ്ട്, അതിനാണ് ഈ കാണിക്കുന്നത്. ഞാൻ ഡിഗ്രി ചെയ്തിരുന്നത് LF കോളേജിലായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഈ വഴിയിലൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം വല്ലപ്പോഴും അവിടെ പോകാറുള്ളൂ. ഇതാണ് കേട്ടോ താമരൂർ അമ്പലം. ഇതിലാണ് ഇനി വെല്ലുവിളോടൊക്കെ പോകേണ്ടത്. പിന്നെ നമ്മൾ വേറെ വീട്ടിലെത്തി. നമ്മളിങ്ങനെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ വലിയച്ഛൻ ഇവിടെ മാല ഉണ്ടാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ വലിയച്ഛൻ നെറ്റിപ്പട്ടത്തുമ്മയും കോലത്തുമ്മയും കിട്ടുന്ന മാല ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഇതാ വലിയച്ഛൻ മാല ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാനൊരു അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. ഗുരുവായൂർ എത്തിക്കാൻ ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വലിയച്ഛനുണ്ടാക്കിയ ഒരു മാലയാണ്. മാല വലിയച്ഛനുണ്ടാക്കിയ മാല. ഇത് ഒട്ടിച്ചത് ഇതാ കളവത്തിയാണ്. ഒട്ടിച്ചത് ഇതും ഉണ്ടാക്കിയത് ആ കളവത്തിയാണെന്ന് തോന്നുന്നു. ഇതേ മറ്റൊന്നില്ല. ഇതാണ് കേട്ടോ മാല. ഇതേപോലെ കുറേ മാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മാല നെറ്റിപ്പട്ടവും മോഡൽ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കും. നകുലേട്ട, അത് പാലയ്ക്ക് മാല അല്ല, നകുലേട്ടല്ല, സണ്ണീനോടല്ലേ പറയുന്നേ? കൊള്ളാം. ഒരു ശോകം പൊടിയും കൊടുന്നിട്ടില്ല. ഇത് ഈ വീട്ടിലെ കുറുമ്പനാണ്. ഒന്നും പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അമ്മമ്മ ചിരിച്ചേ. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് എൻ്റെ മേത്ത് ചാടി കയറി ഇരിക്കാനിട്ട്. അതാണ് ഈ അന്തമില്ലാത്ത പോലെ ഇരിക്കുന്നത്.
കുറച്ച് വ്ളോഗ് കൂടെ തീർന്നു. ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. എങ്ങനെ വീഡിയോ എടുക്കണ്ട, എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എടുത്ത് പഠിക്കുന്നുള്ളൂ, അതുകൊണ്ട് ക്ഷമിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.